സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സംഘർഷത്തിന്റെ സമവായ ചർച്ച ആരംഭിച്ചു. കലക്ടറുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുന്നത്. നിതിൻ സേവ്യർ വിവരങ്ങൾ പങ്കുവയ്ക്കും. നിതിൻ, സഭാ നേതൃത്വം ഒരുമിച്ച് പറയുന്നുണ്ട് ഈ വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല. മാർപ്പാപ്പ പറഞ്ഞതുപോലെ മാർപ്പാപ്പയുടെ നിർദ്ദേശം അനുസരിച്ച് സിനഡ് കുർബാന നടക്കുമെന്ന് പറയുന്നു. പക്ഷേ വിമതരെ എങ്ങനെ അനുനയിപ്പിക്കാനാണ് ഇപ്പോൾ ഈ സമവായത്തിലൂടെ ലക്ഷ്യമിടുന്നത്? നിലവിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങളിൽ സമവായം കണ്ടെത്താനുള്ള ചർച്ച, അതായത് ഈ കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ കണ്ടതാണ്. വലിയ തോതിലുള്ള സംഘർഷം ഇവിടെ നടന്നിരുന്നു. ഈ ബിഷപ്പ് ഹൗസിലടക്കം അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇപ്പോൾ ഈ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിൽ നടക്കുന്നത്. ഇപ്പോൾ കളക്ടർ ഈ മീറ്റിംഗിലേക്ക് എത്തിയിട്ടുണ്ട്, മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിലവിൽ ഇവിടെ ഈ പ്രതിഷേധിക്കുന്ന വൈദികരിൽ അവരുടെ പ്രതിനിധികളായുള്ള ആളുകൾ, അതായത് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ, ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ, ഫാദർ രാജൻ പുന്നക്കൽ തുടങ്ങിയവരാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഈ മീറ്റിംഗിനായി എത്തിയിട്ടുള്ളത്. ബാക്കി മറ്റ് ഔദ്യോഗിക വിഭാഗത്തെ ആരും തന്നെ ഇതൊരു മീറ്റിംഗിന് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഔദ്യോഗിക വിഭാഗത്തിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ടവർ, പ്രത്യേകിച്ച് ജോസഫ് പാംബ്ലാനി അടക്കമുള്ളവർ എത്തിയില്ലെങ്കിൽ ഈ മീറ്റിംഗ് ബഹിഷ്കരിക്കുമെന്ന് നേരത്തെ ഈ വിമത വിഭാഗം പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ വിമത വിഭാഗം മാത്രമാണ് ചർച്ചയ്ക്ക് എത്തിയിട്ടുള്ളത്. ഔദ്യോഗിക വിഭാഗത്തിൽ നിന്നും ആരും തന്നെ ചർച്ചയ്ക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അവർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടല്ലെങ്കിൽ തങ്ങൾ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് വികാരിയായി ചുമതലയേൽക്കുന്ന പുതിയ ജോസഫ് പാംബ്ലാനി അടക്കമുള്ളവർ എത്തിയില്ലെങ്കിൽ ഈ മീറ്റിംഗ് ബഹിഷ്കരിക്കുമെന്ന് നേരത്തെ തന്നെ ഈ വിമത വിഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കളക്ടർ വിളിച്ചു ചേർത്ത യോഗമാണ് ഇപ്പോൾ ഈ ക്യാമ്പ് ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി.